വന്ദേ ഭാരത് ട്രെയിനിന് തിരൂരും തിരുവല്ലയിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് കേരളം ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചു. കേരളത്തിന്റെ വടക്കും മധ്യഭാഗത്തും സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷനുകളുടെ പ്രാധാന്യവും പ്രസക്തിയും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തിരുവല്ല, തിരൂർ സ്റ്റേഷനുകളിൽ നിന്ന് നിരവധി പേരാണ് നിത്യവും വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. അതിനാൽ റെയിൽവേക്ക് വരുമാനം കൂടാൻ ഇടയാക്കുന്ന ഈ രണ്ട് സ്റ്റേഷനിലും സ്റ്റോപ്പ് അനുവദിക്കണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ബംഗാൾ ഉൾക്കടലിൽ അടുത്തയാഴ്ചയോടെ ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശനിയാഴ്ചയോടെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ട്. മെയ് 7-ന് അത് ന്യൂനമർദ്ദമായി, മെയ് 8-ന് തീവ്ര ന്യൂനമർദ്ദമായും മാറും. തുടർന്ന് വടക്ക് ദിശയിലേക്ക് മധ്യബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങുന്ന പാതയിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം അടുത്ത 5 ദിവസങ്ങളിൽ കൂടി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും കാറ്റും തുടരും. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 8 പേരാണ് മരിച്ചത്. തൃശൂർ ചൊവ്വന്നൂരിൽ ആംബുലൻസ് മറിഞ്ഞ് 3 പേരും, കോഴിക്കോട് ഉള്ളിയേരിയിൽ കാർ മതിലിടിച്ചുണ്ടായ അപകടത്തിൽ കുട്ടി ഉൾപ്പെടെ 2 പേർക്കുമാണ് ദാരുണാന്ത്യമുണ്ടായത്. കായംകുളത്തും കളമശ്ശേരിയിലുമുണ്ടായ അപകടങ്ങളിലും 2 പേർക്ക് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടായ അപകടത്തിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. തൃശൂർ ചൊവ്വന്നൂരിൽ ആംബുലൻസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ദമ്പതികളും ബന്ധു ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. ചാവക്കാട് കടപ്പുറം മാട്ടുമൽ സ്വദേശി ബദലുൽ ആബിദ്, ഭാര്യ ഫെമിനയുടെ ബന്ധു റഹ്മത്ത് എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 1:30 അപകടം. മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട ആംബുലൻസ് മരത്തിലിടിച്ച് മറിയുകയായിരുന്നു. കോഴിക്കോട് ഉള്ളേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ചാണ് കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് ജീവൻ നഷ്ടമായത്. മടവൂർ കടവാട്ടുപറമ്പത്ത് സദാനന്ദൻ, കൊച്ചുമകൻ ധൻജിത്ത് എന്നിവർക്കാണ് ദാരുണാന്ത്യം. കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. കൊച്ചി കളമശ്ശേരി പത്തടിപ്പാലത്ത് മിനിലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറായ ആലുവ സ്വദേശി ഷമീർ മരിച്ചു. കായംകുളം രാമപുരത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് കൊച്ചനാട്ട് വിഷ്ണു ചന്ദ്രശേഖരൻ മരിച്ചത്. കോഴിക്കോട് കരിമലയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ഏപ്രിൽ 28-നുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കാരപ്പറമ്പ് സ്വദേശി അതുല്യാണ് മരിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഒരിടവേള. കണ്ണൂരിന്റെ മാറ്റമില്ലാത്ത നന്മയ്ക്കൊപ്പം നെക്സാൻ ഇലക്ട്രോണിക്സ് കണ്ണൂർ. ബൂം ബേബി ഡെലിക്കേറ്റ് ക്ലോത്തിംഗ്. ഭാരതം കൈവരിക്കുന്നു ഇലക്ട്രിക് മുന്നേറ്റം. ദേശത്തെ നയിക്കുന്നു ഒരു പുതിയ ദിശയിലേക്ക്. നിങ്ങളുടെ ജോയ്, ഭാരതത്തിന്റെ ജോയ്. കനകകാന്തിയേകാൻ പെണ്ണിന് മഞ്ഞണിഞ്ഞ മംഗള ചാരുതേമശോഭ തൂക്കിടുമഴകാം ശ്രീരൂപമേ. പകരുകയനുഭൂതി വരികൈ ചുങ്കത്ത് ജ്വല്ലറി, എറണാകുളം, കൊല്ലം, കരുനാഗപ്പള്ളി, തിരുവനന്തപുരം. ഗോൾഡ് ലോൺ, പേഴ്സണൽ ലോൺ, ബിസിനസ് ലോൺ, ഓട്ടോ ലോൺ, പ്രോപ്പർട്ടി ലോൺ തുടങ്ങി ബാങ്കിംഗ് ഇതര മേഖലയിലെ മികച്ച സേവനങ്ങളുമായി ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കോൾ 9188606060. വാർത്തകളിലേക്ക് തിരികെ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാൻ യുക്രൈൻ ശ്രമമെന്ന് ആരോപണം. ഔദ്യോഗിക വസതിയായ ക്രെംലിൻ കൊട്ടാരത്തിന് നേരെ യുക്രൈൻ ഡ്രോണാക്രമണം നടത്തിയെന്ന് റഷ്യ ആരോപിച്ചു. ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്നും റഷ്യ പറഞ്ഞു. അതേസമയം ഡ്രോണാക്രമണം നടത്തിയെന്ന ആരോപണം യുക്രൈൻ നിഷേധിച്ചു. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ ക്രെംലിൻ കൊട്ടാരം ലക്ഷ്യം വെച്ച് 2 ഡ്രോണുകൾ ആക്രമണം നടത്താൻ ശ്രമിച്ചെന്നാണ് റഷ്യ യുക്രൈനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം. ഇന്നലെ രാത്രി പുടിൻ വസതിയിലില്ലാതിരുന്ന സമയത്തായിരുന്നു ആക്രമണം. ഉടൻ തന്നെ റഷ്യൻ പ്രതിരോധ സേന പ്രത്യേക റഡാർ സംവിധാനം ഉപയോഗിച്ച് ഡ്രോണുകൾ നിർവീര്യമാക്കി. സംഭവത്തിൽ ക്രെംലിൻ കൊട്ടാരത്തിന് നാശമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും പുടിന്റെ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചു. ആക്രമണം ആസൂത്രിതമാണെന്നും പുടിനെ വധിക്കാനുള്ള ശ്രമമായാണ് കണക്കാക്കുന്നതെന്നും ക്രെംലിൻ പ്രസ്താവനയിൽ പറഞ്ഞു. എന്നാൽ ഡ്രോണാക്രമണവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് യുക്രൈൻ വ്യക്തമാക്കി. യുക്രൈൻ ഒരു പ്രത്യേക പ്രതിരോധ യുദ്ധമാണ് നടത്തുന്നതെന്നും ആക്രമണം പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ലെന്നും യുക്രൈൻ പ്രസിഡൻഷ്യൽ വക്താവ്
മിഖൈലോ പെഡോലിയക് പറഞ്ഞു. റഷ്യ വലിയ രീതിയിലുള്ള ഭീകരാക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്നാണ് റഷ്യയുടെ നിലപാട്. മെയ് 9 റഷ്യയുടെ വിക്ടറി ഡേ പരേഡ് നടക്കാനിരിക്കെയാണ് ആക്രമണം. എന്നാൽ പരേഡിൽ മാറ്റമൊന്നുമില്ലെന്നും റഷ്യ അറിയിച്ചു. അതിനിടെ തലസ്ഥാനമായ മോസ്കോയ്ക്ക് മുകളിലൂടെയുള്ള അനധികൃത ഡ്രോണുകൾക്ക് റഷ്യ നിരോധനം പ്രഖ്യാപിച്ചു. പ്രത്യേക അനുമതിയില്ലാത്ത ഡ്രോണുകൾ നിരോധിക്കുമെന്ന് മോസ്കോ മേയർ സെർജി സോബിയാനിൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. സെർബിയൻ തലസ്ഥാനമായ ബെൽഗ്രേഡിലെ സ്കൂളിലുണ്ടായ വെടിവെപ്പിൽ 8 വിദ്യാർത്ഥികളടക്കം 9 പേർ കൊല്ലപ്പെട്ടു. 7 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ 14-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബെൽഗ്രേഡിലെ വ്ളാഡിസ്ലാവ് റിബ്നിക്കർ സ്കൂളിൽ ബുധനാഴ്ച പ്രാദേശിക സമയം രാവിലെ 8:40 വെടിവെപ്പ്. ക്ലാസ്സിലെത്തിയ 14-കാരനായ വിദ്യാർത്ഥി ആദ്യം അധ്യാപികയ്ക്ക് നേരെ വെടിയുതിർത്തു. പിന്നാലെ മറ്റു വിദ്യാർത്ഥികൾക്ക് നേരെയും വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിൽ 8 വിദ്യാർത്ഥികളും സ്കൂളിലെ സുരക്ഷാ ഗാർഡും കൊല്ലപ്പെട്ടു. പരിക്കേറ്റ 6 വിദ്യാർത്ഥികളെയും ഒരു അധ്യാപികയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അധ്യാപികയുടെ നില ഗുരുതരമാണെന്ന് അധികൃതർ അറിയിച്ചു. വെടിവെപ്പിന് പിന്നാലെ സ്കൂൾ വളഞ്ഞ പോലീസ് കൗമാരക്കാരനെ കസ്റ്റഡിയിലെടുത്തു. 7-ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി പിതാവിന്റെ തോക്കുപയോഗിച്ചാണ് വെടിവെപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ വെടിവെപ്പിന്റെ കാരണം വ്യക്തമല്ലെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. കർശനമായ തോക്ക് നിയമങ്ങളുള്ള സെർബിയയിൽ ആൾക്കൂട്ട വെടിവെപ്പുകൾ താരതമ്യേന കുറവാണ്. എന്നാൽ അനധികൃതമായി ആയുധം കയ്യിൽ വെക്കുന്നവരും നിരവധിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.